ഹായ്, നമുക്കിനി അടുത്തത് ലാസ്റ്റ് ഫിസിയോളജിയുടെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഫിസിയോളജിയുടെ ലാസ്റ്റ് നമുക്ക് 2 ചാപ്റ്ററും കൂടിയാണുള്ളത്, കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലുള്ളത്. ഒന്ന് ന്യൂറൽ കൺട്രോൾ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എൻഡോക്രൈൻ കൺട്രോൾ. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സും കൂടിയേ നമുക്കുള്ളൂ. അത് ഈ ഫുൾ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ 2 ഇമ്പോർട്ടൻറ്റ് സിസ്റ്റംസാണ്, ന്യൂറൽ കോർഡിനേഷൻ ആൻഡ് എൻഡോക്രൈൻ കോർഡിനേഷൻ. ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനാണ്. നെർവസ് സിസ്റ്റം or neural system, it is a system that controls and coordinates the body activities. ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന, കോർഡിനേറ്റ് എന്ന് വെച്ചാൽ ഒരുമിപ്പിക്കുന്ന സിസ്റ്റമാണ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ മേജറായിട്ടുള്ളത് ബ്രെയിൻ, നെർവ്സ് ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിൻ, നെർവ്സ്, സ്പൈനൽ കോഡ്, ഇത് മൂന്നും ചേർന്നതാണ് നെർവസ് സിസ്റ്റം. ദിസ് ഇൻറ്റഗ്രേറ്റ്സ് ദ ഇൻഫർമേഷൻ ആൻഡ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ. അതൊരു ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു റെസ്പോണ്ട് ചെയ്യുന്നു, സ്റ്റിമുലൈയോട് റെസ്പോണ്ട് ചെയ്യുന്നു. അതാണ് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ന്യൂറോൺസ്. ന്യൂറോൺസ് ആണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോൺ എന്ന് പഠിച്ചതുപോലെ നെർവ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് ന്യൂറോൺ. ന്യൂറോൺ എന്ന് പറയുമ്പോൾ ന്യൂറോൺ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഞാൻ പറഞ്ഞു, ന്യൂറോണിന് മേജറായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്, 3 പാർട്സ്. സെൽ ബോഡി, അതർവൈസ് നോൺ ആസ് സൈറ്റോൺ, ഡെൻഡ്രോൺ ആൻഡ് ആക്സോൺ. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മളിപ്പോൾ പഠിക്കുന്ന നെർവ് സിസ്റ്റമാണ്. നെർവ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റിനെ പറയുന്ന പേരാണ് ന്യൂറോൺ. നെർവ് സിസ്റ്റത്തിൽ ബ്രോഡായിട്ട് നോക്കുമ്പോൾ അതിലുള്ളത് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. അപ്പോൾ ഈ എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ടായിരിക്കുന്നത് ന്യൂറോൺസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. ന്യൂറോണിന് 3 ഭാഗങ്ങളാണുള്ളത്: സെൽ ബോഡി, ഡെൻഡ്രോൺ, ആക്സോൺ. ഇതാണ്, ഈ കാണുന്നതാണ് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. ഇതാ, ഈ കാണുന്ന സ്ട്രക്ചറാണ് സെൽ ബോഡി. സെൽ ബോഡിയിൽ സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട് ആൻഡ് മിസൽ ഗ്രാന്യൂൾസ്. സെൽ ബോഡിയിൽ സൈറ്റോപ്ലാസം ഉണ്ട്, നമുക്കറിയാം എല്ലാ സെല്ലിൻ്റെ ഉള്ളിലും സൈറ്റോപ്ലാസം ഉണ്ടാവും. സെൽ ഓർഗനൽസ് ഉണ്ട്, സെൽ ഓർഗനൽസ്, ഡിഫറെൻറ്റ് സെൽ ഓർഗനൽസ് നമ്മൾ പഠിക്കുന്നതാണ്. ആൻഡ് ഓൾസോ നിസൽ ഗ്രാന്യൂൾസ്, അതായത് ദർ ഗ്രാനുലർ ബോഡീസ്. ഈ കാണുന്ന ഗ്രാന്യൂൾസ് ആണ് നിസൽ ഗ്രാന്യൂൾസ് എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്ട്രക്ചർ ഇസ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ ബോഡിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഫൈബേഴ്സ്, ചെറിയ പ്രൊജക്ഷൻസ്, അതിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ എന്ന്. സബ് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ ആർ കോൾഡ് ഡെൻഡ്രൈറ്റ്സ്. ഡെൻഡ്രോണിൻ്റെ സബ് ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന്. ഓക്കെ, ഈ കാണുന്നത് ഡെൻഡ്രോൺസ് ആണ്, ഇതാ ഈ കാണുന്നത്. പിന്നെ ദീസ് ഡെൻഡ്രോൺസ് ബ്രാഞ്ച് ചെയ്യുന്നു അല്ലേ, ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോവാണ്. ആ ബ്രാഞ്ചസിന് പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. സെൽ ബോഡിയിൽ നിന്ന് ഡെൻഡ്രോൺ and dendron branches to form dendrites. Okay, അവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടുവേർഡ്സ് സെൽ ബോഡി. ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എങ്ങോട്ട്? സെൽ ബോഡിയിലേക്ക്. അതാണ് ഈ ഡെൻഡ്രൈറ്റ്സിൻ്റെ ഫങ്ഷൻ. അതായത് ഇമ്പൾസ് വേറെ ഒരു നിയർ ബൈ സെല്ലിൽ നിന്ന് ഇമ്പൾസ് എന്ത് ചെയ്യുന്നു? ഈ സെൽ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരിക. അതാണ് ഡെൻഡ്രൈറ്റ്സിൻ്റെ function. And next comes the axon. Axon is a long fiber. Axon എന്ന് പറഞ്ഞാൽ സെൽ ബോഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇലോങ്ങേറ്റഡ് ഫൈബർ ആണ്. that transmit impulses away from the cell body. സെൽ ബോഡിയിൽ നിന്ന് കൊണ്ടുപോകുന്നു. സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നത് ഡെൻഡ്രൈറ്റ്, സെൽ ബോഡിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആക്സോൺ. The branching of axon is called axonites. ദാ ഈ കാണുന്നതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺസ്
ബ്രാഞ്ച് ഉണ്ട്. ഇതാണ് ആക്സോണൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ബ്രാഞ്ചസ് എൻഡ് ഇൻ സ്മോൾ വെസിക്കിൾ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ചെറിയ ചെറിയ വെസിക്കിൾ പോലെ അല്ലെങ്കിൽ ചെറിയ നോബ് പോലെയുള്ള സ്ട്രക്ചറിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ആൻഡ് ദീസ് നോബ്സ് ആർ കോൾഡ് സിനാപ്റ്റിക് നോബ്സ്. ആക്സോണൈറ്റ് എൻഡ് ഇൻ സ്മോൾ നോബ് ലൈക്ക് സ്ട്രക്ചർ, ചെറിയ ബട്ടൺ പോലെയുള്ള സ്ട്രക്ചേഴ്സിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ആൻഡ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ നമ്മൾ പറയുന്നത് നെർവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ദ കൺട്രോളിംഗ് സിസ്റ്റം. ഇറ്റ് ഇൻക്ലൂഡ്സ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്, and all these structures are made up of neurons. A neuron is the structural and functional unit of nervous system. Neuron consists of 3 parts: cell body or cyton, dendron, and next one is axon. Cell body, this is the cell body. Cell body consists of nucleus, cytoplasm, and other cell organelles, and also micelle granules. Then comes the dendron. Dendrons are small branches that arise from the cell body, and it carries impulses or signals from the cell body to the neighboring cell. Next സെല്ലിലേക്ക്, അടുത്ത സ്ട്രക്ചറിലേക്ക്, അടുത്ത സെല്ലിലേക്ക് ഇമ്പൾസസിനെ സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരിക. സോറി, ഞാൻ പറഞ്ഞത് സെൽ ബോഡിയിൽ നിന്നാണ്. സെൽ ബോഡിയിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുവരിക. നെയ്ബറിങ് ആയിട്ടുള്ള സെൽസ്, നെയ്ബറിങ് ന്യൂറോൺസിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഡെൻഡ്രോൺസ്. ആൻഡ് ദീസ് ഡെൻഡ്രോൺ ബ്രാഞ്ചസ് ഫോം ഡെൻഡ്രൈറ്റ്സ്. വീണ്ടും പറയുന്ന, ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒന്ന് കറക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്ന സ്ട്രക്ചേഴ്സാണ് ഡെൻഡ്രോൺ. ആൻഡ് ദെൻ ദ elongated structure arising from the cell body is called axon. These axons carries impulses away from the cell body. സെൽ ബോഡിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ആക്സോൺസ് എൻഡ് ഇൻ small branches called axonites, and these axonites end in small knob-like structure or button-like structures called synaptic knob. Then types of neuron. This is the structure of a neuron, and neurons can be divided into 3 types: multipolar, bipolar, and unipolar. Multipolar means one axon and 2 or more dendrons. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ഈ കാണുന്ന ആ സെല്ല്, അതായത് ഒരു ആക്സോൺ നോക്കി, ഇവിടെ ഒരു ആക്സോൺ അല്ലേ ഉള്ളൂ, അതിൽ 2 or more dendrons, ഇവിടെ 2 or more dendrons ഉണ്ട്. ഇതിനെയാണ് മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രത്തിൻ്റെ കോർട്ടെക്സ് റീജിയനിലാണ് മൾട്ടിപോളാർ ന്യൂറോൺസിനെ കാണുന്നത്. ടെക്സ്റ്റ് ഇതാ ഉണ്ട്, മൾട്ടിപോളാർ ന്യൂറോൺസ് ഓർ മോട്ടോർ ന്യൂറോൺ. ഓക്കെ. Then comes the bipolar neuron. In bipolar neuron, only one axon and one dendron that is found in the retina of the eye. ഐയുടെ 3 ലെയേഴ്സാണ് സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. റെറ്റിന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ള പിഗ്മെൻറ്റഡ് ലെയറിനാണ് റെറ്റിന എന്ന് പറയുന്നത്, ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ റെറ്റിനയിലെ ന്യൂറോൺസ് എന്ന് പറയുന്നത് ബൈപോളാർ ന്യൂറോൺസാണ്. ഇതാണ് സെൻസറി ന്യൂറോൺ, അല്ല ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇതാ ഈ സ്ട്രക്ചേഴ്സ്, ഒരു ആക്സോണും ഒരു ഡെൻഡ്രോൺ. Then comes unipolar neuron. Okay. Unipolar neuron ഒരു ആക്സോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. That is found in the embryonic stage. It is found in the embryonic stage. Embryonic സ്റ്റേജിൽ മാത്രം കാണുന്നതാണ് യൂണിപോളാർ ന്യൂറോൺ. അതായത് സെൽ ബോഡി ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ആക്സോൺ മാത്രം. ഇതാണ് യൂണിപോളാർ എന്ന് പറയുന്നത്. ബൈപോളാർ എന്ന് പറഞ്ഞാൽ സെൽ ബോഡി ഉണ്ടാവും, ആക്സോൺ ഉണ്ടാവും, ഒരു ഡെൻഡ്രോണും ഉണ്ടാവും. ഇത് ബൈപോളാർ ന്യൂറോൺ. Neurons can be divided into 3: multipolar, bipolar, and unipolar. Multipolar means നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് one axon and 2 or more dendrons. It is found in the cerebral cortex. Bipolar neuron means one axon and one dendron.
It is found in the retina of the eye. Then comes the unipolar neuron. One axon only. It is found mainly in the embryonic stage. Okay. Then types of axon. Axon എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു elongated structure arising from the cell body. It is known as axon. ആക്സോണിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ടൈപ്സ്. Axon can be divided into two types based on the presence or absence of myelin sheath. That is myelinated axon and non-myelinated axon. First, what is myelinated axon? Myelinated axon means it is enveloped with Schwann cells which form a myelin sheath around the axon. അതായത് ഈ ആക്സോണിന് ചുറ്റും നോക്കിയേ, ഈ റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് ആക്സോൺ എന്ന് പറയുന്നത്, ഈ യെല്ലോ കളർ. അതിന് ചുറ്റും ഷ്വാൻ സെൽസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിനെയാണ് ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്, ഈ പിങ്ക് കളേർഡ് സെൽസ്. ഈ കാണാം ഷ്വാൻ സെൽസ്. ഈ ഷ്വാൻ സെൽസ് ഇങ്ങനെ ഒരു ലെയർ പോലെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ആ ലെയറിന് പറയുന്ന പേരാണ് മൈലിൻ ഷീത്ത്. അതായത് ആക്സോണിനെ കവർ ചെയ്ത് ഒരു ഷീത്ത് പോലെ ഉണ്ടാവും. ദാറ്റ് ഷീത്ത് ഇസ് നോൺ ആസ് മൈലിൻ ഷീത്ത്. If that sheath is present, then the neuron is called myelinated neuron. മനസ്സിലായല്ലോ? If the neuron is enveloped with Schwann cells which forms a myelinated sheath around the axon. ആക്സോണിന് ചുറ്റും ഒരു ഷീത്ത് പോലെ വരും. It is found in spinal and cranial nerves. സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്നത്, അതുപോലെ ബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്നതായിട്ടുള്ള നെർവ്സ്, അതാണ് സ്പൈനൽ ആൻഡ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. സ്പൈനൽ ആൻഡ് ക്രേനിയൽ നെർവ്സിലാണ് മൈലിനേറ്റഡ് ആക്സോൺസ് സാധാരണ കാണുന്നത്. വൈറ്റ് കളേർഡ് ഏരിയ ഫോംഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മൈലിനേറ്റഡ് അല്ലെങ്കിൽ മൈലിൻ ഷീത്ത്, ആൻഡ് ദിസ് ഏരിയ ഇസ് നോൺ ആസ് വൈറ്റ് മാറ്റർ. അതായത് മൈലിനേറ്റഡ് ആക്സോൺസ് ആണ് അവിടെ ഉള്ളതെങ്കിൽ ദിസ് മൈലിനേറ്റഡ് ഷീത്തിൻ്റെ ആ ഒരു കളർ കൊണ്ട് അതൊരു വൈറ്റിഷ് അപ്പിയറൻസ് ഫോം ചെയ്യും. അത് അതിനെ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. ഇനി ഗ്യാപ്സ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് മൈലിൻ ഷീത്ത് ആർ കോൾഡ് നോട്ട്സ് ഓഫ് റാൻവിയർ. അതായത് രണ്ട് ഷ്വാൻ സെൽസ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്, ഈ സ്പേസ്, അതിനെയാണ് നമ്മൾ നോഡ് ഓഫ് റാൻവിയർ എന്ന് വിളിക്കുന്നത്. ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഷ്വാൻ സെൽസ്. നെക്സ്റ്റ് കംസ് ദ നോൺ മൈലിനേറ്റഡ് ആക്സോൺസ്. ദാറ്റ് ഈസ് ഷ്വാൻ സെൽസ് പ്രസൻറ്റ് ബട്ട് നോ മൈലിൻ ഷീത്ത്. ഷ്വാൻ സെൽസ് അവിടെയൊക്കെ ഉണ്ടാവും, പക്ഷേ മൈലിൻ ഷീത്തായിട്ടത് രൂപപ്പെട്ടിട്ടുണ്ടാവില്ല. ദ ഗ്രേ കളേർഡ് ഏരിയ വിത്തൗട്ട് മൈലിൻ ഷീത്ത് ഇസ് കോൾഡ് ഗ്രേ മാറ്റർ. അപ്പോൾ മൈലിൻ ഷീത്ത് ഉണ്ടാവില്ല, സോ ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഗ്രേ കളേർഡ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഗ്രേ മാറ്റർ. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓട്ടോണോമസ് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലും സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലുമാണ് സാധാരണ നോൺ മൈലിനേറ്റഡ് ഷീത്ത് കാണുന്നത്. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. വൈറ്റ് മാറ്റർ ഇത് ഗ്രേ മാറ്റർ. ഗ്രേ മാറ്റർ മീൻസ് ദർ ആർ നോൺ മൈലിനേറ്റഡ് ആക്സോൺസ്, വൈൽ ഇൻ വൈറ്റ് മാറ്റർ ദർ ആർ മൈലിനേറ്റഡ് ആക്സോൺസ്. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത്. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ന്യൂറോണിന് സെൽ ബോഡി, ഡെൻഡ്രോൺ ആൻഡ് ആക്സോൺ. സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം, സെൽ ഓർഗനൽസ്, സെൽ ഗ്രാന്യൂൾസ് ഒക്കെ ഉള്ളൊരു സ്ട്രക്ചറാണ് സെൽ ബോഡി ഓർ സൈറ്റോൺ എന്ന് പറയുന്നത്. ദെൻ സ്മോൾ പ്രൊജക്ഷൻസ് അറൈസിങ് ഫ്രം ദ സെൽ ബോഡി ആർ കോൾഡ് ഡെൻഡ്രോൺസ് ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ബ്രാഞ്ചസ്, ഫൈൻ ബ്രാഞ്ചസ് കോൾഡ് ഡെൻഡ്രൈറ്റ്സ്. ഡെൻഡ്രൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ ദേ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടുവേർഡ്സ് ദ സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുവരുന്നതാണ് ഡെൻഡ്രൈറ്റ്സ്. ദെൻ കംസ് ദ ഇലോങ്ങേറ്റഡ് ആക്സോൺ, long fibrous axon. Axon carries impulses away from the cell body, and axon ends in small branches called axonites, which ends in button or knob-like projections called synaptic knob. Then types of neuron: multipolar, bipolar and unipolar neuron on the basis of number of axon and dendron. Multipolar neuron means there is only a single axon but more than two dendrons. That kind of neurons are called multipolar neurons. These multipolar neurons are mainly found in cerebral cortex. Then comes the bipolar neuron. In bipolar neuron, there is only one axon and one dendron.
It is found in the retina of the eye. Then unipolar neuron, one axon only, found in embryonic stage. Then finally, types of axon, that is based on the presence or absence of myelin sheath. Axons can be divided into myelinated axon and non-myelinated axon. In myelinated axons, the Schwann cells forms an envelope-like arrangement, and this structure is known as myelin sheath. Due to the presence of this myelin sheath, the area appears to be whiter, and that area is known as white matter. And the gaps in between two adjacent Schwann cells is called nodes of Ranvier. In non-myelinated axons, Schwann cells are seen, but they do not form a continuous sheath-like structure called myelin sheath. Since they lack myelin sheath, it appears as gray, and so it is known as gray matter. It is found in autonomous and somatic neural systems. That's all about the introductory part of nervous system. Okay. In the next class, we will study generation and conduction of nerve impulse.